ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. ഞാൻ ഈ എക്സ്പീരിയൻസും അറിവൊക്കെ വെച്ചാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇത്രയാണ്. വണ്ടി തണുപ്പിക്കുക, റെസ്റ്റ് കൊടുക്കുക. ആവശ്യമെന്ന് വെച്ചാൽ റേഡിയേറ്ററിൽ നമ്മൾ കൂളൻ്റോ അല്ല നിങ്ങൾ എന്തോ ഒഴിക്കുന്നു വെച്ചാൽ അതൊഴിക്കുക. അതിനെ ടെമ്പറേച്ചറിനെ താഴ്ത്തുക. ടെമ്പറേച്ചർ ഒത്തിരി ആകുമ്പോൾ അത് ഇഞ്ചിന് പ്രശ്നം വരും. ഗ്യാസ്കറ്റൊക്കെ ചിലപ്പോൾ ലീക്ക് വരാം, ഗ്യാസ്കറ്റിന് പ്രശ്നം വരാം, പിസ്റ്റണൊക്കെ പ്രശ്നം വരാം. ഓക്കെ, ഓയിൽ ഒത്തിരി ഓവർ ഹീറ്റ് ആകാൻ പാടില്ല, ഇഞ്ചിനകത്തുള്ള ഓയിൽ. എന്നാൽ ഓയിലിന് ചലിക്കണമെങ്കിൽ ഹീറ്റ് ആവശ്യമാണ്. ഓവർ ഹീറ്റിൽ ഓയിലിന് പ്രശ്നം വരും. അതും ബെയറിങ്ങിനെയും ഈ ഓയിൽ ഒത്തിരി ലിറ്റർ ഓയിലുണ്ടല്ലോ അതൊക്കെ ശരിയായിട്ട് അതിൻ്റെ ലൂബ്രിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് കാരണത്താൽ ചിലപ്പോൾ ലൂബ്രിക്കേഷൻ കുറയും. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ അത് പെട്ടെന്ന് അലാറം കാണിച്ച് ഇഞ്ചിനെ ഒന്ന് നിങ്ങൾ നോക്കാൻ വേണ്ടി അലാറം കാണിക്കുന്നത്. അല്ലെ തനിയെ അത് ഒത്തിരി ചൂടായി കഴിയുമ്പോൾ തനിയെ ഇഞ്ചിൻ ഓഫ് ആവും. അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. തനിയെ ഇഞ്ചിൻ ഓഫ് ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ ചൂടായ വണ്ടി പെട്ടെന്ന് നോർമലിലേക്ക് 100-110 ഒക്കെ കയറി വരുമ്പോൾ ഇഞ്ചിൻ ഓഫും ചെയ്യരുത്. അപ്പോൾ കൂട്ടുകാരെ, നോർമലിനകത്ത് ഈ ഇഞ്ചിൻ നോർമൽ ട്രക്കിൽ 32 ലിറ്റർ മുതൽ 38 ലിറ്റർ വരെ ഇഞ്ചിൻ ഓയിലുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ ഹീറ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവർ ഹീറ്റ് ആവുമ്പോൾ ഒരു പക്ഷേ വണ്ടി നമുക്കറിയാം പുക ബോണറ്റിൻ്റെ അകത്തൂടെയും ക്യാബിനകത്തൊക്കെ പുക വരും ചിലപ്പോൾ. പഴയ വണ്ടികളൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണും. എനിക്ക് അനുഭവമുണ്ട് പഴയ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ. അപ്പോൾ ഈ പുക വന്നു കഴിഞ്ഞാൽ ഓവർ ഹീറ്റായിട്ട് അത് ഇഞ്ചിന് പ്രശ്നം തന്നെയാണ്. ഓയിൽ കരിയും. ഇഞ്ചിൻ ഓയിൽ കരിയാൻ പാടില്ല. ഏകദേശം 32 ലിറ്റർ മുതൽ 38 ലിറ്റർ വരെ ഇഞ്ചിൻ ഓയിലുണ്ട്. ഓയിൽ കരിഞ്ഞാൽ ഓവർ ഹീറ്റായി വണ്ടി തന്നെത്താനെ നിന്നു, ഓയിൽ കരിഞ്ഞ മണോടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇഞ്ചിന് പ്രശ്നം തന്നെയാണ്. ആ ഓയിലിൻ്റെ ലൂബ്രിക്കേഷൻ ഒരു പ്രാവശ്യം ഓയിൽ കരിഞ്ഞാൽ ഓയിലിൻ്റെ ലൂബ്രിക്കേഷൻ ഇല്ലാതെയാവും. പിന്നെ ഓയിൽ മാറിയിട്ട് ഓടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അറിവ് നമ്മൾ വെക്കുക. ഇഞ്ചിൻ ഒരുപാട് ഓവർ ഹീറ്റ് ആകുമ്പം ഓയിലിന് എന്തൊക്കെ പ്രശ്നം വരാം, മറ്റുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ വരാം, അതെല്ലാം നമ്മൾ അറിയണം. അതനുസരിച്ച് നമ്മൾ വണ്ടി ഓടിക്കുക. പിന്നെ പെട്ടെന്ന് ഇഞ്ചിൻ ഓഫ് ചെയ്യരുത്. നിങ്ങൾക്ക് റേഡിയേറ്ററിൽ കൂളൻ്റ് ഒഴിക്കുകയോ കൂളൻ്റ് ടപ്പ് ചെയ്ത് വെക്കുകയോ ന്യൂട്രലിട്ട് വണ്ടി സ്റ്റാർട്ടായി തന്നെ കിടക്കട്ടെ. വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊന്ന് തണുപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് ഓടിക്കാം. എന്തുമായാലും ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി കേടായി നിൽക്കരുത്. ഇഞ്ചിൻ നമ്മൾ ഓടിച്ചതിൻ്റെ കാരണം അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആയതിൻ്റെ കാരണം ഇഞ്ചിൻ്റെ പിസ്റ്റൺ പിടിക്കുകയോ ഗ്യാസ്കറ്റ് പൊട്ടുകയോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് പല പാർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മൊത്തത്തിൽ കയറി കാണണം. താങ്ക് യു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.